കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കിഷ്കിന്ധാകാന്ഡമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കിഷ്കിന്ധാകാന്ഡം കഥ അത് കേൾക്കുന്നതിന് മുമ്പായിട്ട് ബ്രഹ്മജ്ഞാനമാകുന്ന പാൽക്കടലിൽ നിന്ന് ഉയർന്ന ശ്രീരാമചന്ദ്രൻ നമ്മുടെ ഉള്ളിലെ കലിബാധ ആകുന്ന ഇരുട്ട് ഇല്ലാതാക്കുകയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ജ്ഞാനമുള്ളതാക്കുകയും ബോധമുള്ളതാക്കുകയും ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാനകിയെ തിരഞ്ഞു നടക്കുന്ന രാമനെയും ലക്ഷ്മണനെയും നമുക്ക് ഭജിക്കാം. ഹരേ കൃഷ്ണ. ശ്രീരാമനും ലക്ഷ്മണനും ദണ്ഡകവനത്തിൽ കടന്നു. വാനര സൈന്യത്തെ തേടി പോവുകയാണ് അവർ രണ്ടുപേരും. കഴിഞ്ഞ കാണ്ഡത്തിൽ, അതായത് ആരണ്യകാണ്ഡത്തിൽ, കബന്ധനാണ് സുഗ്രീവനെ കാണാനായി ആരോട് പറയുന്നത്? രാമനോടും ലക്ഷ്മണനോടും പറയുന്നത്. അങ്ങനെ കബന്ധ ഉപദേശമനുസരിച്ചിട്ട് ശ്രീരാമനും ലക്ഷ്മണനും വാനര സൈന്യത്തെ തേടി പോവുകയാണ്. പർവ്വത ശിഖരത്തിൽ പഞ്ചവാനരന്മാർ അവരെ കണ്ടു. അവരുടെ ഉള്ളിൽ, അതായത് ഈ വാനരന്മാരുടെ ഉള്ളിൽ സംശയം തോന്നി. സുഗ്രീവൻ പറയുകയാണ്, നോക്കൂ, രണ്ടു മനുഷ്യർ വരുന്നുണ്ട്. ഒരു പക്ഷേ ബാലി രാജാവ് പറഞ്ഞയച്ച ചാരന്മാരായിരിക്കും. വലിയ ബുദ്ധിശാലിയാണ് ബാലി, പല തന്ത്രങ്ങളും അറിയാം. ഒരു പക്ഷേ ബാലി പറഞ്ഞയച്ചവർ തന്നെയായിരിക്കും അത്. ഇങ്ങനെ സുഗ്രീവൻ പറഞ്ഞപ്പോൾ വാനരന്മാർ ഭയന്നു. അവർ ചാടിച്ചാടി വലിയ മരക്കൊമ്പുകളിൽ ചെന്നിരുന്നു. പൂക്കളും കായ്ക്കളും നിറഞ്ഞ വലിയ മരങ്ങൾ. പക്ഷേ ഇവരുടെ ചാട്ടവും കുലുക്കവുമൊക്കെ കൊണ്ട് പല ശാഖകളും ഒടിഞ്ഞു വീഴുകയും ചെയ്തു. പർവ്വത ശിഖരത്തിലുണ്ടായിരുന്ന സിംഹങ്ങളും പുലികളും പോലും ഉച്ചസ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ഓടി. അതെല്ലാം കണ്ടപ്പോൾ ഹനുമാൻ, വീരഹനുമാൻ പറയുകയാണ്, ഭയപ്പെടരുത്, ബാലി വരുന്നില്ലല്ലോ. ബാലിയെ കാണാതെ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? വാനരന്മാർ ചാബല്യമുള്ളവരാണെന്ന് ലോകം പറയാറുണ്ട്. ശരി, ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. വാസ്തവം അറിയാതെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെ വീരഹനുമാൻ അവരെ സമാധാനപ്പെടുത്തി. അപ്പോൾ സുഗ്രീവൻ പറയുകയാണ്, രണ്ടുപേരെയും കണ്ടിട്ട് സന്യാസികളാണെന്ന് തോന്നുന്നു. അവരുടെ വേഷം അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ കയ്യിൽ അമ്പും വില്ലും കാണുന്നു. അതുകൊണ്ട് ഒരുപക്ഷേ രാജകുമാരന്മാരായ തപസ്വികളായിരിക്കാം. വേഗം ചെല്ലൂ, എന്തായാലും എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് വരൂ. ഇങ്ങനെ സുഗ്രീവൻ ഹനുമാനോട് പറഞ്ഞു. ഉടൻ തന്നെ ഹനുമാൻ ഒരു മഹാതപസ്വിയുടെ വേഷം അണിയുകയും ആ വേഷത്തിൽ ചെന്ന് അവരോട് സംസാരിക്കുകയും ചെയ്തു. ഹനുമാൻ മുനിവേഷത്തിൽ ചെന്ന് രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. ഹനുമാൻ പറഞ്ഞു, പ്രഭോ, രൂപം കണ്ടിട്ടു തന്നെ ഏതോ രാജാവിൻ്റെ പുത്രന്മാരാണ് എന്ന് തോന്നുന്നു. സൂര്യനും ചന്ദ്രനും പോലെയുള്ള രണ്ടു പേർ. നിങ്ങൾ ആകാശമണ്ഡലം വിട്ട് ഭൂമിയിൽ വന്ന് ഈ വനത്തിൽ അലയുന്നതെന്തിന്? എവിടെയാണ് നിങ്ങളുടെ ഭവനം? എന്തു കാരണത്തിനാലാണ് ഇവിടെ വന്നു ചേർന്നത്? എല്ലാം വിശദമായി പറയൂ. ലോകത്തിൽ പ്രസിദ്ധനായ സുഗ്രീവൻ എന്ന വാനര രാജാവിൻ്റെ മന്ത്രിയായ ഹനുമാനാണ് ഞാൻ. നിങ്ങളോട് മൈത്രി വേണം എന്നാഗ്രഹിച്ച് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടിരിക്കുകയാണ് എൻ്റെ രാജാവ്. ഇങ്ങനെ ഹനുമാൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ലക്ഷ്മണ, സുഗ്രീവൻ്റെ ഈ മിത്രവുമായി സംസാരിക്കൂ. കമലലോചനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു, ഞങ്ങൾ
ലോകത്തിന് അലങ്കാരമായ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. പിതാവിന്റെ സത്യം പാലിക്കുന്നതിനായി ഞങ്ങൾ വനത്തിലേക്ക് വന്നു. ഞങ്ങളില്ലാത്ത സമയത്ത് രാവണൻ സീതാദേവി അപഹരിച്ചു. ഒരു ദിവ്യ പുരുഷൻ ഞങ്ങളോട് പറഞ്ഞു, സുഗ്രീവൻ നിമിത്തം എല്ലാ ക്ലേശങ്ങളും തീരുമെന്ന്. അതുകൊണ്ട് സുഗ്രീവനെ തേടി വന്നതാണ് ഞങ്ങൾ. ഞങ്ങൾ രണ്ടുപേരെയും സുഗ്രീവന്റെ അടുക്കലേക്ക് അങ്ങ് കൊണ്ടുപോകൂ. ഇങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ ഹനുമാൻ പറയുകയാണ്, സുഗ്രീവനെ കണ്ടാൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സന്തോഷമാകും. പക്ഷേ സുഗ്രീവൻ ഇപ്പോൾ രാജ്യമില്ല, പത്നിയും ഇല്ല. ബാലി സുഗ്രീവ മഹാരാജാവിനെ രാജ്യത്തു നിന്നും പുറത്താക്കി. നിങ്ങളുടെ സഹായത്താൽ ഒരുപക്ഷെ സുഗ്രീവന് രാജ്യം തിരികെ കിട്ടുകയും ചെയ്യും. സുഗ്രീവൻ സീതാദേവിയെ തീർച്ചയായും വീണ്ടെടുത്തു തരും. രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിലലയുന്ന സുഗ്രീവന് നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ സഹായം കൊണ്ട് തീർച്ചയായും രാജ്യം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടു കൂട്ടർക്കും വളരെയധികം പ്രയോജനം ഈ സൗഹൃദം കൊണ്ട് ഉണ്ടാകും എന്ന് ഹനുമാൻ ലക്ഷ്മണനോടും രാമനോടും പറഞ്ഞു. അപ്പോൾ രാമൻ കൽപ്പിക്കുകയാണ്, വാനര പോകാം, ഞങ്ങളെ സുഗ്രീവനുമായി ബന്ധപ്പെടുത്തു. ഇങ്ങനെ രാമന്റെ കൽപ്പന അനുസരിച്ച് ഹനുമാൻ ഋഷ്യമുഖത്തിലേക്ക് ചെന്ന് സുഗ്രീവനോട് കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞു. ഹനുമാൻ സുഗ്രീവനോട് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങ് ഈ വാനര രൂപം ഉപേക്ഷിക്കൂ. എന്നിട്ട് തേജോമയമായ ഒരു മനുഷ്യരൂപം സ്വീകരിച്ചിട്ട് രാമനെയും ലക്ഷ്മണനെയും വന്ദിക്കൂ. അവർക്ക് വേണ്ട പൂജകൾ ചെയ്യൂ. അവർ വന്നിട്ടുണ്ട്, ദശരഥ പുത്രന്മാരാണ്. രാമന് ഒരു ഉപകാരം അങ്ങ് ചെയ്താൽ അങ്ങയ്ക്ക് തീർച്ചയായിട്ടും അങ്ങയുടെ രാജ്യം തിരികെ കിട്ടും. ദശരഥപുത്രനാണ് രാമനും ലക്ഷ്മണനും. രാമന്റെ ഭാര്യ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മണൻ ആരാണ് ദുഷ്ടൻ, ആരാണ് മിത്രം എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായി അവർക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. അങ്ങ് ആ സഹായം ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങേക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും, രാജ്യം തിരിച്ചു കിട്ടും. ഇത്രയും കാലം സഹിച്ച ദുഃഖത്തിൽ നിന്നും മോചനമായി രാമസ്വരൂപനായ ജനാർദ്ദനൻ തന്നെ സഹായത്തിന് എത്തിയിരിക്കുന്നു. 4 വേദങ്ങൾ കൊണ്ടും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്ത ബ്രഹ്മാവും ശങ്കരനും കൊതിക്കുന്ന യോഗികൾ ധ്യാനം കൊണ്ടും ഋഷികൾ യാഗം കൊണ്ടും തിരയുന്ന ആ സ്വരൂപം ഇതാ അങ്ങയുടെ കവാടത്തിൽ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ ഹനുമാൻ പറയുന്നത് കേട്ടപ്പോൾ സുഗ്രീവൻ തൻ്റെ ആ കുരങ്ങിൻ്റെ രൂപം ഉപേക്ഷിക്കുകയും ഒരു മനുഷ്യ ശരീരം സ്വീകരിക്കുകയും ജലങ്ങളും പുഷ്പങ്ങളും എല്ലാം കൊണ്ട് കവാടത്തിലേക്ക് എത്തുകയും രാമനെയും ലക്ഷ്മണനെയും പൂജിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ കാര്യം എനിക്ക് മനസ്സിലായി. ഹനുമാൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സീതയെ മോചിപ്പിക്കാനാണ് അങ്ങ് ഈ സ്ഥലത്ത് വന്നത്. അങ്ങ് രാമൻ, ജനാർദ്ദനൻ, ശ്രീഹരി, വൈകുണ്ഠപതി, അങ്ങനെയുള്ള അങ്ങ് നിസാരന്മാരായ ഈ മൃഗങ്ങളോട് സന്ധി ചെയ്യുന്നു. എല്ലാം ഞങ്ങളുടെ ഭാഗ്യം. ഇങ്ങനെ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞിട്ട് മിത്രഭാവത്തിൽ അവർ കൈകോർത്ത് പിടിച്ചു. സുഗ്രീവൻ വിനയപൂർവം പറയുകയാണ്, ഞാൻ അവിടുത്തെ ദാസനാകുവാൻ യോഗ്യനല്ല. കരുണാസാഗരമേ, ഞങ്ങളോട് കരുണ കാട്ടേണമേ. കല്ലിൻ്റെ മുകളിൽ തൃക്കാൽ വെച്ച് അതിനെ മനുഷ്യ പദവിയിലേക്ക് ഉയർത്തിയതും ചണ്ടാളനെ സുഹൃത്തായി ഉയർത്തിയതും എല്ലാം ഞങ്ങൾക്കറിയാം. അതുപോലെ താഴ്ന്ന പടിയിലുള്ളവരെ ഉയർത്തുന്നതിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഈ അവതാരം സ്വീകരിച്ചത് എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് തൊഴുകൈയോടുകൂടി സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ
തൻ്റെ വലതു കൈ സുഗ്രീവന്റെ മുമ്പിലേക്ക് നീട്ടി. ആ കൈ സുഗ്രീവൻ പിടിച്ചു. അപ്പോൾ മുനിവേഷം ഉപേക്ഷിച്ചിട്ട് ഹനുമാൻ 2 വലിയ കല്ലുകൾ അവിടേക്ക് എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ഹനുമാൻ പറയുകയാണ്, ഞാൻ ഈ 2 കല്ലുകൾ ഉരസി തീയുണ്ടാക്കാം. അതിനുശേഷം 2 പേരും അഗ്നിസാക്ഷിയായി നിങ്ങളുടെ സൗഹൃദം സ്ഥാപിക്കണം. ഇങ്ങനെ ഹനുമാൻ പറഞ്ഞിട്ട് ആ കല്ലുകൾ ഉരസി തീയുണ്ടാക്കി ആ അഗ്നിയുടെ മുമ്പിൽ വെച്ച് അഗ്നിസാക്ഷിയായി അവർ 2 പേരും അവരുടെ സൗഹൃദം സ്ഥാപിച്ചു. അവർ അഗ്നിസാക്ഷിയായി തങ്ങൾ സുഹൃത്തുക്കളായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു. വിധിയുടെ തീരുമാനം അത് ആർക്കാണ് മാറ്റാൻ സാധിക്കുന്നത്? സാക്ഷാൽ നാരായണമൂർത്തി ഒരു വാനരനോട് സത്യം ചെയ്ത് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ആര്? സുഗ്രീവൻ. കാരണം ശ്രീരാമചന്ദ്രൻ അങ്ങോട്ട് തേടിച്ചെന്നു ഒരു സുഹൃത്തിനെ. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് സുഗ്രീവന് ലഭിക്കുവാനുള്ളത്? അതിനുശേഷം 2 പേരും തമ്മിൽ അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി 2 പേരും തമ്മിൽ അതിശയകരമായ ഒരു സൗഹൃദം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു വലിയ സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ്. ഈ കഥ, ഇവർ തമ്മിലുള്ള ആ മൈത്രിയുടെ ഈ കഥ കേൾക്കുന്നവൻ സുഗ്രീവനെ പോലെ ഒരു വലിയ ഭാഗ്യശാലിയായി തീരുമെന്നാണ് രാമായണത്തിലെ ഫലശ്രുതി. ഓരോരോ ഭാഗങ്ങൾക്കും ഓരോരോ അനുഗ്രഹങ്ങളുണ്ട്. അതായത് ചില ഭാഗങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത് ചില പ്രത്യേക തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് കൊണ്ടുത്തരും, അനുഗ്രഹങ്ങൾ കൊണ്ടുത്തരും. ഈ ഭാഗം അങ്ങനെയുള്ള ഒരു ഭാഗമാണ്. ഈ കഥ കേൾക്കാൻ സാധിക്കുന്ന ഓരോരുത്തരും അതീവ ഭാഗ്യവാന്മാരാണ്. കാരണം ഭഗവാൻ തനിക്ക് വേണ്ടി ഒരു സുഹൃത്തിനെ അന്വേഷിച്ചു ചെല്ലുകയാണ്. സാധാരണ നമ്മളാണ് സർവേശ്വരന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഇവിടെ തിരിച്ചാണ് സംഭവിച്ചത്. സുഗ്രീവന്റെ അടുക്കലേക്ക് വൈകുണ്ഠപതി എത്തുകയാണ് മൈത്രി സ്ഥാപിക്കുന്നതിനായിട്ട്. അതൊരു വലിയ മഹാഭാഗ്യമാണ്. ആ കഥ കേൾക്കാൻ സാധിക്കുന്ന ആളുകളെല്ലാം തന്നെ അതീവ ഭാഗ്യവാന്മാരാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം, അവർക്കും കൂടി ലഭിച്ചു കൊള്ളട്ടെ എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയണം, ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഈ കഥാഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ മനസ്സിരുത്തി കേൾക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.